പ്രിയമുള്ളവരെ, കുഞ്ഞുനാൾ തൊട്ട് മനസ്സിലുള്ള ഒരു ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ 25 ദിവസവും പള്ളിയിൽ പോകും. 25 ദിവസം പള്ളിയിൽ പോകുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്രിസ്മസിന് മുൻപ് വരെ സ്കൂളിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളാണ്. പഠിക്കാനുണ്ട്, പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ താമസിക്കും, പരീക്ഷകളുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ഒഴിവാകുമെങ്കിലും ക്രിസ്മസിന്റെ 25 ദിനങ്ങൾ, അന്ന് ക്രിസ്മസ് പരീക്ഷയുണ്ട്, അതിൻ്റെ ഇടയിൽ ഈ 25 ദിനങ്ങൾ പള്ളിയിൽ പോകും. പ്രിയമുള്ളവരെ, അന്ന് പള്ളിയിൽ പോകുന്നതിൻ്റെ കാരണം കിട്ടുന്ന ഒരു കൊച്ചു സമ്മാനമാണ് മനസ്സിൽ. അതായത് 25 ദിവസം പള്ളിയിൽ പോകുന്നവർക്ക് അച്ഛൻ പറയും 25 ദിവസം പള്ളിയിൽ വരുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട്. അന്ന് ഞങ്ങൾ സൺഡേ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഏതാണ്ട് പള്ളിയിൽ വരും. 25 ദിനങ്ങൾ നമ്മൾ പള്ളിയിൽ പോകുന്നതിൻ്റെ പിന്നിൽ ഒരു കൊച്ചു സമ്മാനം. അത് മാത്രമല്ല, നമ്മളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ ആ സമ്മാനം പ്രതീക്ഷിച്ചിട്ടല്ല, അതിൻ്റെ അപ്പുറത്ത് ഈ കുഞ്ഞ് ദേവാലയത്തോടും വിശുദ്ധ കുർബാനയോടും ദൈവിക കാര്യങ്ങളോടും ചേർന്ന് നിൽക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാ കാരണന്മാർ നമ്മളെ ഈ 25 ദിനങ്ങളിൽ പള്ളിയിൽ പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമുക്ക് കിട്ടുന്ന സമ്മാനപ്പൊതി കണ്ടിട്ടല്ല, മറിച്ച് ഞങ്ങളുടെ കുഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, മക്കളെ ദൈവ സന്നിധിയോട് ചേർത്ത് നിർത്തുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം.